നല്ല സൂപ്പർ ടേസ്റ്റിലെ ഒരു ചെമ്മീനച്ചാർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കിലോ ചെമ്മീൻ ഉപ്പും മുളകും മഞ്ഞളും എല്ലാം കൂടെ തേച്ചിട്ട് നല്ലെണ്ണയിൽ പൊരിച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് അതേ പാനിലേക്ക് തന്നെ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ചൂടായിട്ട് വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കട്ടെ. ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ വെളുത്തുള്ളി ഒന്ന് നടുകെ കീറിയത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഇതൊന്നും ഇങ്ങോട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കട്ടെ. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കറിവേപ്പിലയും പച്ചമുളകും കൂടാണ് ചേർത്ത് കൊടുക്കുക. ഇതും നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കട്ടെ. നമ്മൾ അച്ചാർ കേടുകൂടാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങളൊക്കെ നല്ല മൂപ്പിക്കണം. നല്ല എണ്ണയിലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം തീ ഒന്ന് സ്ലോവിൽക്കാക്കിയിട്ട് അതിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കരിയാതെ ഒന്നിങ്ങോട്ട് വറുത്തെടുക്കട്ടെ. കരിയാൻ പാടില്ല കേട്ടോ. കരിയാതെ വറുത്തെടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് പാകത്തിന് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. നമ്മൾ പുളിക്ക് പാകത്തിന് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അതെല്ലാം കൂടെ എൻ്റെ ഇളക്കി മിക്സാക്കിയതിന് ശേഷം നമ്മൾ ആദ്യം പൊരിച്ച് വെച്ച ചെമ്മീനായി കട്ട് കൊടുക്കട്ടെ. ഒരുപാട് കാലം നമ്മൾ ഇത് കേടുകൂടായിരിക്കണമെങ്കിൽ ചെമ്മീൻ ഒന്നും കൂടെ ഡ്രൈ ആക്കി പൊരിക്കണം കേട്ടോ. ഇത് നമ്മൾ പെട്ടെന്ന് തീരാനുള്ളതാണ്. അപ്പോൾ വല്ലാതെ ഒന്നും പൊരിച്ചെടുത്തിട്ടില്ല. എന്നിട്ട് എല്ലാം കൂടെ ഇളക്കി മിക്സാക്കിയതിന് ശേഷം തീ ഓഫാക്കിയതിന് ശേഷം അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ആ പുളിയും ഉപ്പും എല്ലാം കൂടെ ഒന്നും കണ്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. എന്നിട്ട് അവസാനം ചൂടാറിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കായംപൊടി ആണ് ചേർത്ത് കൊടുക്കുക. ഇളക്കി മിക്സാക്കുക. സൂപ്പർ ടേസ്റ്റ് ഉണ്ടോ. അതൊന്ന് മസ്റ്റ് ട്രൈ ആണ്, ഉണ്ടാക്കി വെക്കണം. അടിപൊളി.